ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്ക് അടൂരിനടുത്തൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു, പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വൻ സമൂഹം തന്നെ ആൾക്കാരുണ്ടായിരുന്നു പ്രഭാഷണം കേൾക്കാൻ. അവിടെ ചെന്ന് പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ വലിയൊരു സംഘടനമൊക്കെ നടന്നു, കുറേ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. കുറേ പേരുടെ വീടുകളൊക്കെ തകർത്തു. രണ്ട് വിഭാഗത്തിൻ്റെയും വീടുകൾ തകർന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ വീട് തകർന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുടെയും അയ്യപ്പ ഭക്തന്മാരുടെ വീടുകളും തകർന്നത് മുഴുവനും ഹിന്ദുക്കളുടെ വീടുകളാണ്. പക്ഷെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മറ്റ് മതത്തിലുള്ള SDPIക്കാരായിരുന്നു. അവർ പ്രശ്നമുണ്ടാക്കി ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുക, തമ്മിൽ നശിപ്പിക്കുക. പകല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും രാത്രി SDPIയുമായിട്ടുള്ളവർ ഇടയ്ക്കും തലയ്ക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ഊതി വീർപ്പിക്കുക. എന്നിട്ട് അവർ ഹിന്ദുക്കൾ തമ്മിൽ തന്നെ രണ്ട് പാർട്ടിയിലുള്ളവർ, അല്ലെങ്കിൽ രണ്ട് വീക്ഷണമുള്ളവർ, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ, ഒന്ന് ഭരിക്കുന്നവർ, മറ്റൊന്ന് ഭരിക്കുന്നവരിൽ നിന്ന് മോചനം നേടാനും ശബരിമലയെ മോചിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവർ. അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടായാൽ ഹിന്ദുക്കൾ തമ്മിലാണ് ക്ലാഷ്. അതിൻ്റെ അകത്ത് ക്ലാഷ് ഉണ്ടാക്കാൻ പ്രവർത്തിച്ചവർ ഈ തീവ്രവാദ ബന്ധമുള്ള സംഘടനയുടെ ആൾക്കാർ. അവർ പകലൊന്ന് രാത്രി ഒന്ന്. ഇതവിടെയുള്ള എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ അമ്പലത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ വളരെയധികം ഡോക്ടർമാരും നല്ല എഞ്ചിനീയർമാരും ഒരു 5-6 പേരെങ്കിലും കോളേജിലെ പ്രിൻസിപ്പാൾമാരായിരുന്നു. യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്ത കോളേജിലെ പ്രിൻസിപ്പാൾമാരും. അങ്ങനെ ഒരു വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് സമൂഹമാണ് ഈ വിവരണമൊക്കെ നമ്മളോട് പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, ഈ ചുടുചോറ് മാന്തിക്കുക എന്ന് പറയുന്നതും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നതും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കാൻ ഇങ്ങനെയുള്ള മതവിഭാഗക്കാര് ചെയ്യുന്ന പ്രവൃത്തി. തിരിച്ച് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വർഗീയ ലഹളയാവും. ഇതാണെങ്കിൽ രാഷ്ട്രീയ ലഹളയാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ വളരെ കാര്യമായിട്ട് ഏത് പക്ഷത്ത് നിൽക്കുന്ന ആളായാലും, ഏത് വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളാണെങ്കിലും, ഏത് വീക്ഷണത്തെ സംരക്ഷിക്കണമെന്ന് കർമ്മമണ്ഡലത്തിൽ വിചാരിക്കുന്ന വ്യക്തികളാണെങ്കിലും, ഇതിൻ്റെ ഇടയ്ക്ക് മുതലെടുക്കാൻ വരുന്ന തീവ്രവാദ ബന്ധമുള്ള സംഘടനകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്ന് ഇന്നലെ ആ പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞ സന്ദേശം കേട്ടപ്പോഴത്തേക്ക് മനസ്സിൽ തോന്നി. വളരെ വേദനാജനകമാണ്. കേരളത്തിൽ മുഴുവനും അയ്യപ്പ ഭക്ത സംഘവും ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുമ്പോട്ട് വന്നത് തീവ്രവാദ ബന്ധമുള്ള ഒരു മതസംഘടനകളാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് രണ്ട് വിഭാഗം ഹിന്ദുക്കൾ തമ്മിലുള്ള അടിയായിട്ടാണ്. പകല് അവർ മാന്യന്മാർ, രാഷ്ട്രീയക്കാരാണ്. രാത്രി അവർ അവരുടേതായിട്ടുള്ള തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള സ്വരം കാണിക്കുകയും ചെയ്യും. ഏത് രീതിയിലും അധികാരത്തിൽ വരണം, ജയിക്കണം, അധികാരം നിലനിർത്തണം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയക്കാർക്ക് അവര് ഭാവി ഭാരതത്തിൻ്റെയോ നമ്മുടെ സംസ്കാരത്തിൻ്റെയോ നിലനിൽപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കാറില്ല. അവര് അവരുടെ കസേരയിൽ ഇനിയും ഒരു ടേം കൂടി ഇരിക്കണം, അല്ലെങ്കിൽ ആജീവനാന്തം മന്ത്രിയായും ഭരണാധികാരികളൊക്കെ ആയിട്ട് ഇരിക്കണം, അതിനെ എന്തിനേയും ആരെയും ഉപയോഗിക്കാം എന്നുള്ള തിയറി ഉള്ളതുകൊണ്ട് അവർ ഈ തീവ്രവാദ ബന്ധമുള്ളവരെയും അടിച്ചൊതുക്കാൻ ആഗ്രഹിക്കുന്നവരെയും എല്ലാവരെയും കാണുന്നത് അവനവൻ്റെ ഭരണവും നിലനിൽപ്പിനും വേണ്ടി മാത്രമാണ്. ഭാരതം മുഴുവനും അടിമുടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ അവസാനത്തെ ശ്വാസം വലിയിൽ കാണുന്ന ആളിക്കത്തൽ പോലെ തോന്നുന്നു ചില പ്രവൃത്തികൾ കേൾക്കുമ്പോഴും കാണുമ്പോഴുമെല്ലാം. എല്ലാവരും ഇതറിയട്ടെ. ഏത് പക്ഷത്തുള്ളവരാണെങ്കിലും ഹിന്ദുക്കളെ തമ്മിൽ അടിപ്പിച്ച് അവരെ തമ്മിൽ കലഹമുണ്ടാക്കിയിട്ട് പിന്നെ കുറേ പേരുടെ പേരിൽ കേസൊക്കെ എടുപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നവർ, ഹിന്ദുക്കളെ പുറകിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്നവരുടെ ലക്ഷ്യവും മാർഗവും കൂടി അറിയാൻ ഹിന്ദുക്കൾക്ക് സാധിക്കട്ടെ. കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അവർ തടിയൂരും. അവസാനം അവശേഷിക്കുന്നത് തല്ലിയവനും തല്ലുകൊണ്ടവനുമായിട്ടുള്ള ഹിന്ദുക്കളായിരിക്കുമെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം.